ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫെയറിന്റെ 4ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 10 കറണ്ട് അഫെയർസുകളാണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൺഡേ ആണെന്ന് വിചാരിച്ചാൽ ആരും റെസ്റ്റ് എടുക്കരുത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും, അതായത് ഡിഗ്രി ലെവൽ എക്സാമിനാണ് അല്ലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് എല്ലാവർക്കും ഒന്നും കൂടി സന്തോഷിക്കാനുള്ള ഒരു കാര്യം ഇതാ ഞാൻ പറയാൻ പോവാണ്. കേരളത്തിനെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ കേസ് വിളിക്കില്ല എന്നുള്ള ഒരു ചിന്തയോടിരുന്ന ആളുകളോടൊക്കെ കേസ് വീണ്ടും വിളിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പൊ പുതിയ ന്യൂസുകളിൽ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയറിലേക്ക് പോവാണ്. എല്ലാവരും റെഡി അല്ലേ? ഒന്നാമത്തെ കറണ്ട് അഫെയർ നോക്കാം. 119ാമത് ജന്മവാർഷികം 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ നമ്മുടെ സ്വാമി ആനന്ദ തീർത്ഥനാണ് കേട്ടോ. ആരാണ്? സ്വാമി ആനന്ദ തീർത്ഥൻ. നെക്സ്റ്റ്, പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പെരുമാൾ മുരുകനായിരുന്നു കേട്ടോ. പെരുമാൾ മുരുകനാണ് പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? പെരുമാൾ മുരുകൻ. നെക്സ്റ്റ്, മൂന്നാമത്തേത് നോക്കൂ. 2024 ഹരിവരാസനം പുരസ്കാരം ജേതാവ് ആരാണ്? PK വീരമണിദാസനാണ്. അദ്ദേഹം തമിഴ് ഗായകനാണ് കേട്ടോ. PK വീരമണിദാസൻ ആരാണ്? തമിഴ് ഗായകനാണ്. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് കേട്ടോ. നെക്സ്റ്റ്, സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് UV ജോസ് ആണ്. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത്. പത്രപ്രവർത്തകനായ N രാമചന്ദ്രന്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷന്റെ പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ്. പത്രപ്രവർത്തകനായ N രാമചന്ദ്രന്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷന്റെ പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്രൻ പുരസ്കാര ജേതാവ് ശശി തരൂര്. നെക്സ്റ്റ്, സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എത്ര ടൈം ആയിരുന്നു? 1.5 മിനിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, 7ാമത്തത്, IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീ ഹബ്. എന്താണ്? IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഷീ ഹബ്. നെക്സ്റ്റ്, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. എന്താണ്? ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃത്. ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. എന്താണ്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ സ്റ്റെപ്പിനി. നെക്സ്റ്റ്, കണ്ണൂർ കുഞ്ഞിമംഗലം. എവിടെയാണ്? കുഞ്ഞിമംഗലം. കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടിയാണ് ടെറാമാരിസ്. എന്താണ്? കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്നും കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടി ഏതാണ്? ടെറാമാരിസ്. ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വൺ, 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ സ്വാമി ആനന്ദ തീർത്ഥൻ. നെക്സ്റ്റ്, പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് പെരുമാൾ മുരുകൻ. തേർഡ് വൺ, 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ, തമിഴ് ഗായകനാണെന്ന് ഓർത്തുവെക്കുക. ഫോർത്ത് വൺ, സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് UV ജോസ്. ഫിഫ്ത് വൺ, പത്രപ്രവർത്തകനായ N രാമചന്ദ്രന്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷന്റെ പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിന്.
സിക്സ്ത് വൺ, സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 1.5 മിനിറ്റാണ് നടത്തിയത് എന്നോർത്തു വയ്ക്കുക. സെവൻത് വൺ, IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ഷീ ഹബ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ അമൃത്. ഓക്കെ. നയൻത് വൺ, ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. 10th വൺ, കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്നും കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടിയാണ് ടെറാമാരിസ്. ഓക്കെ, അപ്പൊ നമ്മള് 10 ഇന്നും കംപ്ലീറ്റ് ആക്കി. വളരെ കുറച്ച് പഠിച്ചു പോയിട്ടാണ് നമ്മൾ കറണ്ട് അഫെയറിനെ നമ്മുടെ വരുതിയിലാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു പാറ്റേണിൽ പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെല്ലാം പഠിക്കണം? മാത്സ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം. ദെൻ നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് സിവിക്സ്, ഇന്ത്യൻ പൊളിറ്റി, എക്കണോമിക്സ്, IT എന്നതൊക്കെയാണ്. കാരണം ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വളരെ വൈഡായിട്ടുള്ള ഒരു ഭാഗമാണ്. എത്ര പഠിച്ചാലും നമുക്കതൊരു കര എത്തിക്കാൻ ഇത്തിരി ടാസ്ക് ആയിരിക്കും. എത്തിയാലും ചിലപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ സിവിക്സ്, എക്കണോമിക്സ്, പൊളിറ്റി, കമ്പ്യൂട്ടർ സയൻസ് ഇതൊന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായി കവർ ചെയ്യുകയാണെങ്കിൽ അതിലത്തെ ടോപ്പിക്കും അധികം നമുക്ക് പഠിക്കാനില്ല. അപ്പൊ എന്ത് പറ്റും? നിങ്ങൾക്ക് ഒരു 20 മാർക്കാണ് അവിടെ നിന്ന് കിട്ടുക. പ്ലസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 50, അപ്പൊ 70. പിന്നെ കറണ്ട് അഫെയർ, പിന്നെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവുമല്ലോ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ അല്ലെ. അപ്പോൾ പഠിക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, ഈ ഒരു പാറ്റേണിൽ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.